ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ പ്രവർത്തനത്തിന് കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, ഉത്തരം എഴുതാം. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതുക. കുഞ്ഞെ ഉണരൂ, വെയിൽ തഴുകി വിളിച്ചു. കണ്ണുകൾ തിരുമ്മി തുറന്ന് തത്തക്കുഞ്ഞ് പുറത്തേക്ക് നോക്കി. അയ്യോ, കൂട്ടിലാണല്ലോ. എഴുന്നേറ്റിട്ടും കാര്യമില്ല. വീണ്ടും കണ്ണടച്ച് ചുരുണ്ടു കിടന്നു. പുറത്തേക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊന്നത്തെങ്ങിലെ പൊത്തിൽ നിന്നും തല പുറത്തേക്കിട്ടാൽ പച്ച വിരിച്ച പാടം കാണാമായിരുന്നു. എല്ലാവരും കൂട്ടത്തോടെയാണ് തീറ്റ തേടി പോകുന്നത്. ശത്രുക്കളെ പേടിച്ചിട്ടാണ്. വിളയാറായ നെന്മണികൾ കൊത്തി തിന്നുമ്പോൾ മനുഷ്യരുടെ ഒച്ച കേൾക്കും. തത്തക്കൂട്ടം പരിഭ്രാന്തരായി പറന്നകലും. കതിരിനും ഞങ്ങൾക്കും ഒരേ നിറമായതിനാൽ ഞങ്ങളെ മനുഷ്യർ പെട്ടെന്ന് കണ്ടെത്തില്ലെന്നാണ് അമ്മ പറയാറുള്ളത്. എങ്കിലും മനുഷ്യർക്ക് ഞങ്ങളെ കാണാൻ കൗതുകമാണത്രേ. കൗതുകം മാത്രമല്ല, ഇത്തിരി പോന്ന ഞങ്ങളെ കൂട്ടിലാക്കാനും കുറിയെടുപ്പിക്കാനും അവർക്ക് മടിയില്ല. മറ്റു ചിലർ കാഴ്ച ബംഗ്ലാവിലും മറ്റും ഞങ്ങളെ പൂട്ടിയിട്ട് കാഴ്ചക്കാരിൽ നിന്നും പണം വാങ്ങുന്നു. ഞാൻ ഇവിടം മടുത്തു. എങ്ങനെയെങ്കിലും ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഒരു തക്കം കിട്ടിയാൽ പുറത്തു പോകണം. ആകാശത്തിലൂടെ പാറിപ്പറക്കണം. ടിം ശബ്ദം കേട്ട് തത്തക്കുഞ്ഞ് തിരിഞ്ഞു നോക്കി. വിശ്വസിക്കാനാകുന്നില്ല. കൂട് തുറന്നു കിടക്കുന്നു. മുകളിൽ തന്നിരിക്കുന്ന കഥാഭാഗം വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം കണ്ടെത്തൂ. ഒന്നാമത്തെ ചോദ്യം, തത്തക്കുഞ്ഞിനെ തഴുകി വിളിച്ചത് ആരാണ്? ഓപ്ഷൻസ് ആണ് അമ്മ, വെയിൽ, കൂട്ടുകാർ, കുട്ടി. ആരായിരുന്നു തത്തക്കുഞ്ഞിനെ തഴുകി വിളിച്ചിരുന്നത്? വെയിലായിരുന്നു അല്ലേ? രണ്ടാമത്തെ ചോദ്യം, കതിരിന് എന്തു നിറമാണെന്നാണ് തത്തക്കുഞ്ഞ് പറയുന്നത്? ഓപ്ഷൻസ് ആണ് പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള. എന്തായിരുന്നു തത്തക്കുഞ്ഞ് പറഞ്ഞിരുന്നത്? കതിരിനും ഞങ്ങൾക്കും ഒരേ നിറമാണെന്നാണ് അമ്മ പറയാറുള്ളത് എന്നായിരുന്നു അല്ലേ? അപ്പോൾ തത്തക്കുഞ്ഞിന്റെ നിറം എന്താണ്? പച്ച നിറമാണ്. അതേ നിറം തന്നെയായിരിക്കും കതിരിനുമുള്ളത്. അങ്ങനെയാണെങ്കിൽ കതിരിന്റെ നിറം എന്തായിരിക്കും? പച്ച നിറമായിരിക്കും അല്ലേ? മൂന്നാമത്തെ ചോദ്യം, അടിവരയിട്ട പദത്തിനു പകരം കഥാഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? അവർ പരിഭ്രാന്തരായി പറന്നുയരും. എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? ക്ഷീണിച്ചു, നാണിച്ചു, പേടിച്ചു, തളർന്നു. പരിഭ്രാന്തരായി എന്ന വാക്കിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു പദം ഏതാണ്? പേടിച്ചു എന്നാണ് അല്ലേ? നാലാമത്തെ ചോദ്യം, എന്തിനാണ് തത്തകൾ തീറ്റ തേടാൻ കൂട്ടത്തോടെ പോകുന്നത്? ഓപ്ഷൻസ് ആണ് വഴി തെറ്റാതിരിക്കാൻ, തീറ്റ ധാരാളം കിട്ടാൻ, ജോലി എളുപ്പമാക്കാൻ, ശത്രുക്കളെ പേടിച്ചിട്ട്. ഏതാണ് ആൻസർ? ശത്രുക്കളെ പേടിച്ചിട്ടാണ് അവർ കൂട്ടത്തോടെ പോകുന്നത് അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, ഈ കഥാഭാഗത്തിന് ഉചിതമായ തലക്കെട്ട് നൽകുക. ഈ കഥയ്ക്ക് അനുയോജ്യമായൊരു തലക്കെട്ട് എന്താണ് നമ്മൾ നൽകുന്നത്? കൂട്ടിലെ തത്ത. പ്രവർത്തനം 2, സംഭാഷണം എഴുതാം. കൂട്ടിൽ നിന്നും പുറത്തു വന്ന തത്തക്കുഞ്ഞ് തന്റെ കുഞ്ഞിച്ചിറകുകൾ കുടഞ്ഞു. ഒന്ന് പറന്നാലോ? തത്തക്കുഞ്ഞ് ചിറകുകൾ വീശി. ഒരു രക്ഷയുമില്ല. ഇരുമ്പുകൂട്ടിൽ കഴിഞ്ഞ തനിക്ക് എല്ലാ പക്ഷികളെയും പോലെ പറക്കാൻ കഴിയില്ലേ? തത്തക്കുഞ്ഞിന് പേടിയായി. അത് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് മഞ്ഞക്കിളി തത്തക്കുഞ്ഞിനടുത്തേക്ക് പറന്നിറങ്ങി. എന്തെല്ലാമായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? എഴുതി നോക്കൂ. മഞ്ഞക്കിളി എന്താണ് ചോദിക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? അപ്പോൾ തത്തക്കുഞ്ഞ് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ബാക്കി നമ്മൾക്കൊന്ന് പൂരിപ്പിച്ചു നോക്കാം. എന്താണ് തത്തക്കുഞ്ഞ് പറയുന്നത്? എനിക്ക് പറക്കാൻ കഴിയുന്നില്ല മഞ്ഞക്കിളി. അപ്പോൾ മഞ്ഞക്കിളി എന്താ ചോദിക്കുക? എന്തു പറ്റി? നീ എവിടെയായിരുന്നു? അപ്പോൾ തത്തക്കുഞ്ഞ് എന്താണ് പറയുന്നത്? ഞാൻ കുറച്ചു ദിവസമായി ഈ കൂട്ടിലായിരുന്നു. അപ്പോൾ മഞ്ഞക്കിളി, ആണോ? എന്നിട്ട് നീ എങ്ങനെയാ രക്ഷപ്പെട്ടത്? തത്തക്കുഞ്ഞ്, അറിയില്ല, ആരോ കൂട് തുറന്നിട്ടതാ. അപ്പോൾ മഞ്ഞക്കിളി, കരയേണ്ട, ഞാൻ നിന്നെ പറക്കാൻ സഹായിക്കാം. പ്രവർത്തനം 4, വിവരണം എഴുതാം. തത്തക്കുഞ്ഞ് ചിറകുകൾ ആഞ്ഞു വീശി. ആഹാ, ഇപ്പോൾ കുറേശ്ശെ പറക്കാൻ കഴിയുന്നുണ്ട്. കുഞ്ഞി ചിറകുകൾ വിടർത്തി മാനത്തേക്ക് പറന്നുയർന്നു. ഇടയ്ക്ക് താഴേക്ക് നോക്കി. ഹായ്, എന്തു നല്ല കാട്! ഇത്ര മനോഹരമായ കാഴ്ചകൾ! തത്തക്കുഞ്ഞ് കണ്ട കാഴ്ചയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കി വിവരണം തയ്യാറാക്കൂ. ചിത്രത്തിന് നിറം കൊടുക്കാൻ മറക്കല്ലേ.
കൂട്ടുകാർ താഴെ കാണുന്ന ചിത്രം ഭംഗിയായി നിറം നൽകുക. അതിനുശേഷം ചിത്രത്തിൽ കാണുന്ന കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തി ഒരു വിവരണം തയ്യാറാക്കുകയാണ് വേണ്ടത്. നമ്മൾക്ക് ചിത്രം നോക്കി ഒരു വിവരണം തയ്യാറാക്കി നോക്കാം. ഹായ്, എന്തു നല്ല കാട്, എത്ര മനോഹരമായ കാഴ്ചകൾ, പൂത്തും കായ്ച്ചും നിൽക്കുന്ന വലിയ മരങ്ങൾ, പച്ച വിരിച്ച പുൽമേടിലൂടെ പുള്ളിമാനും കുഞ്ഞും മേഞ്ഞു നടക്കുന്നു, വർണ്ണച്ചിറകു വിരിച്ച പൂമ്പാറ്റയും കൊച്ചുതുമ്പിയും കുഞ്ഞുവണ്ടും ചെടികൾക്കിടയിലൂടെ പാറി നടക്കുന്നു. മുയലച്ഛനും മയിലമ്മയും അവരോടെല്ലാം സല്ലപിച്ചു നിൽക്കുന്നു. ഇരയെ പിടിക്കാനായി ചെന്നായ ചേട്ടൻ തക്കം പാർത്തിരിക്കുന്നു. എന്തു രസം, എന്തു ഭംഗി, തളർച്ചയെല്ലാം മാറിക്കിട്ടി. പ്രവർത്തനം 4. വരികൾ കൂട്ടിച്ചേർക്കാം. കാഴ്ചകൾ കണ്ട് കാട്ടിലൂടെ പറന്നുയർന്ന തത്തക്കുഞ്ഞ് മനോഹരമായ ഒരു ഓടക്കുഴൽ നാദം കേട്ടു. ആരായിരിക്കും അത്? തത്തക്കുഞ്ഞിന് ആകാംക്ഷയായി. തത്തക്കുഞ്ഞ് അവിടേക്ക് പറന്നിറങ്ങി. കണ്ണനും കൂട്ടരും ഓടക്കുഴൽ വായിച്ച് രസിക്കുകയാണ്. അവർക്കൊപ്പം ചേർന്ന് തത്തക്കുഞ്ഞും പാടാൻ തുടങ്ങി. കണ്ണനും അമ്മയും കൂട്ടരും പാട്ടിനൊപ്പം കൂടി. കൂടുതൽ വരികൾ ചേർത്ത് പാട്ട് പൂർത്തിയാക്കിയാലോ? ഉചിതമായ തലക്കെട്ടും നൽകണം. പൂമണമുള്ളൊരു കാടാണേ, ചന്തമിഴുന്നൊരു കാടാണേ, മാനും മുയലും ചെന്നായകളും ഓടി നടക്കും കാടാണേ. പൂമണമുള്ളൊരു കാടാണേ, ചന്തമിഴുന്നൊരു കാടാണേ. ഇനി ബാക്കിയാണ് നമ്മൾക്ക് പൂർത്തിയാക്കേണ്ടത്. ചിത്രത്തിലുള്ള കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തി നമ്മൾക്ക് വരികളൊന്ന് പൂർത്തിയാക്കി നോക്കാം. വണ്ടും തുമ്പിയും പൂമ്പാറ്റകളും പാറി നടക്കും കാടാണേ, പൂമണമുള്ളൊരു കാടാണേ, ചന്തമിടുന്നൊരു കാടാണേ, പുൽമേടുകളിൽ പീലി വിടർത്തും മയിലും ഉള്ളൊരു കാടാണേ. ഈ കവിതയ്ക്ക് ഉചിതമായ ഒരു തലക്കെട്ട് നമ്മൾ നൽകണം. എന്താണ് നമ്മൾ നൽകുക? ചന്തമുള്ള കാട്. പ്രവർത്തനം 5. അനുഭവക്കുറിപ്പ്. പാട്ടുപാടി നൃത്തം ചെയ്ത് എല്ലാവരും തത്തക്കുഞ്ഞിന് ചുറ്റും കൂടി. തത്തക്കുഞ്ഞ് അതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു. ഇതു കേട്ടു നിന്ന കണ്ണന്റെ അമ്മ കണ്ണനെ കാണാതായപ്പോൾ അമ്മയ്ക്കുണ്ടായ പ്രയാസങ്ങൾ തത്തക്കുഞ്ഞിനോട് പറഞ്ഞു. എന്തൊക്കെയായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടാവുക? എഴുതി നോക്കൂ. കണ്ണന്റെ അമ്മ തത്തക്കുഞ്ഞിനോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്കൊന്ന് എഴുതി നോക്കാം. തത്തക്കുഞ്ഞേ, നിന്റെ കഥ കേട്ടപ്പോൾ എൻ്റെ കണ്ണനെ കാണാതായ ദിവസമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കണ്ണന്റെ വികൃതികൾ കാരണം ഞാൻ നല്ല ദേഷ്യത്തിലായിരുന്നു. വീട്ടിലും പരിസരത്തും എല്ലാം നോക്കിയിട്ടും കണ്ണനെ കണ്ടില്ല. അവസാനം കാട്ടിൽ കൂടി പോയി നോക്കാമെന്ന് ഞാൻ കരുതി. കാട്ടിലെ വണ്ടിനോടും തുമ്പിയോടും മലർചെണ്ടുകളോടും കാളിന്തിയോളങ്ങളോടും പേടമാനോടും എല്ലാം ചോദിച്ചെങ്കിലും അവരൊന്നും കണ്ണനെ കണ്ടിട്ടില്ലെന്നു പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു. വീട്ടിലെത്തി കാണുമെന്ന് കരുതി തിരികെ നടക്കുമ്പോഴാണ് കണ്ണന്റെ ഓടക്കുഴൽ നാദം കാട്ടിൽ നിന്നും കേട്ടത്. നിനക്കറിയാമോ, അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെല്ലാം ഞാൻ അറിയാതെ താഴെ വീണു. വിഷമമെല്ലാം മാറി എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ഞാൻ കുറച്ചു നേരം ഓടക്കുഴൽ നാദം ആസ്വദിച്ചു. തത്തക്കുഞ്ഞേ, കൂട്ടിൽ നിന്നും നീ രക്ഷപ്പെട്ടപ്പോഴുള്ള അത്രയും സന്തോഷമായിരുന്നു അപ്പോഴെനിക്ക്. പ്രവർത്തനം 6. കഥ പൂർത്തിയാക്കാം. കാട്ടിലെ കൂട്ടുകാരോട് നന്ദി പറഞ്ഞ് തത്തക്കുഞ്ഞ് തന്റെ പൊത്തിലേക്ക് പറന്നു. എന്തൊരു ക്ഷീണം! വിശപ്പ് സഹിക്കാൻ വയ്യ. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. തത്തക്കുഞ്ഞ് പിറുപിറുത്തു. ഹായ്, അതാ ഒരു തോട്ടം, നിറയെ പയർചെടികൾ. തത്തക്കുഞ്ഞിന് സന്തോഷമായി. അത് അവിടേക്ക് പറന്നിറങ്ങി വിളഞ്ഞ പയർമണികൾ കൊത്തി കൊത്തി തിന്നാൻ തുടങ്ങി. എന്നാൽ തന്റെ വരവും തീറ്റയും കണ്ട് വികൃതിയായ ഉണ്ണി പതുങ്ങി നിൽക്കുന്നത് തത്തക്കുഞ്ഞ് അറിഞ്ഞതേയില്ല. കഥ പൂർത്തിയാക്കൂ. കഥയ്ക്ക് ഉചിതമായ തലക്കെട്ടും നൽകണേ. ഈ കഥയുടെ ബാക്കി ഭാഗം നമ്മൾക്കൊന്ന് പൂർത്തിയാക്കി നോക്കാം. ഉണ്ണി പതുക്കെ ശബ്ദമുണ്ടാക്കാതെ തത്തക്കുഞ്ഞിന്റെ അടുത്തെത്തി. ഇതൊന്നും അറിയാതെ തത്തക്കുഞ്ഞ് ആർത്തിയോടെ തന്റെ വിശപ്പ് മാറ്റുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും കെണിയിലകപ്പെടാൻ പോകുന്ന തത്തക്കുഞ്ഞിനെ മഞ്ഞക്കിളി കണ്ടത്. മഞ്ഞക്കിളി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. അത് കേട്ടതും തത്തക്കുഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഉണ്ണിയെ കണ്ടതും തത്തക്കുഞ്ഞ് മരച്ചില്ലയിൽ ഇരിക്കുന്ന മഞ്ഞക്കിളിയുടെ അടുത്തേക്ക് പറന്നു. തത്തക്കുഞ്ഞ് തന്റെ ജീവൻ രക്ഷിച്ച മഞ്ഞക്കിളിയോട് നന്ദി പറഞ്ഞു. ഈ കഥയ്ക്ക് ഉചിതമായൊരു തലക്കെട്ട് എന്താണ് നമ്മൾ നൽകുന്നത്? മഞ്ഞക്കിളിയും തത്തക്കുഞ്ഞും. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.